വെറും 10 ദിവസം കൊണ്ട് 1 കോടിയിലധികം ഫോളോവേഴ്സിനെ സ്വന്തമാക്കി ഇന്ത്യൻ ഡിജിറ്റൽ സ്പേസിൽ ഒരു സുനാമി പോലെ ആഞ്ഞടിക്കുന്നു ആ പേര്. കോക്രോച്ച് ജനതാ പാർട്ടി CJP. ഓർക്കുക, ദശകങ്ങളുടെ പാരമ്പര്യമുള്ള BJPക്കും കോൺഗ്രസിനും പോലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വളർച്ചയാണ് വെറും 10 ദിവസം കൊണ്ട് ഈ പാറ്റകൾ നേടിയെടുത്തത്. ഇതൊരു സാധാരണ ഇൻസ്റ്റഗ്രാം പേജ് അല്ല. ഇതിന് പിന്നിൽ അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ എഞ്ചിനീയറിംഗ് നടക്കുന്നുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്നും ജർമ്മനിയിലെ നിഗൂഢമായ സ്റ്റുഡിയോകളിൽ നിന്നും നിയന്ത്രിക്കപ്പെടുന്ന ഒരു പുതിയ ഡിജിറ്റൽ സൈന്യം ആണോ ഇത്? അരവിന്ദ് കെജ്രിവാളിന്റെ സോഷ്യൽ മീഡിയ തന്ത്രങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ടോ? ധ്രുവ്രാത്തി എന്ന ഇൻഫ്ലുവൻസർ ഇതിന്റെ അദൃശ്യ ചാലക ശക്തിയാണോ? അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിഴുങ്ങാൻ പോകുന്ന ആ വലിയ നിഗൂഢതയുടെ ചുരുളുകളാണ് അഴിയാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക, കാരണം ഇത് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ എവിടെ നിന്നാണ് ഈ പേര് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. മെയ് 15 സുപ്രീം കോടതിയിൽ നടന്നൊരു പരാമർശമാണ് ഇതിൻ്റെ വിത്ത്. ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന യുവാക്കളെയും ആക്ടിവിസ്റ്റുകളെയും കോക്രോച്ചസ് എന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വിശേഷിപ്പിച്ചു. അപ്പോൾ ആ വാർത്ത കാട്ടുതീ പോലെ പടർന്നു, വൻ വിമർശനങ്ങൾക്കൊക്കെ കാരണമായി. അഭിജിത്ത് ദീപ് കെ എന്ന യുവാവ് ചോദിച്ച ഒരു ചോദ്യം, നമുക്ക് എന്തുകൊണ്ട് ഒരു കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിക്കൂടാ? എക്സിലാണ് ചോദിച്ചത്. അതൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. വെറും 24 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷം ഫോളോവേഴ്സ്, ഇന്നത് 1 കോടിയും കടന്നിരിക്കുന്നു. യഥാർത്ഥ വസ്തുത ചീഫ് ജസ്റ്റിസ് പിന്നീടത് തിരുത്തി. താൻ എല്ലാവരെയും അല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യൻ യുവാക്കൾ അത് വിടാൻ തയ്യാറല്ലായിരുന്നു. അവർക്ക് വേണ്ടതൊരു വില്ലനെ ആയിരുന്നു. ആ വില്ലനെ അവർ ചീഫ് ജസ്റ്റിസ് ആയിട്ട് കണ്ടെത്തി. ഇതിനെയാണ് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് സെന്റിമെന്റ് എന്ന് വിളിക്കുന്നത്. ഭരണകൂടത്തോടുള്ള കടുത്ത അമർഷം ഒരു പരിഹാസമായി പുറത്തു വന്നതാണ് CJP നമുക്ക് കാണിച്ചു തരുന്നത്. CJPയുടെ തലച്ചോറായ അഭിജിത്ത് ദീപ് കെയെ ഇനി പരിശോധിക്കാം. അയാൾ വെറും ഒരു സാധാരണക്കാരനല്ല. ആം ആദ്മി പാർട്ടിയുടെ AAPയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യയിൽ ഡിജിറ്റൽ ആക്ടിവിസം എങ്ങനെ വോട്ടാക്കിയിട്ട് മാറ്റാമെന്ന് കൃത്യമായി അറിയുന്ന ഒരു പ്രൊഫഷണൽ. നിലവിൽ അയാൾ അമേരിക്കയിലാണുള്ളത്. അമേരിക്കയിലാണ് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ലൊക്കേഷൻ അവിടെ തന്നെയാണ് കാണിക്കുന്നത്. ഇതിന്റെ ഫോളോവിംഗ് ലിസ്റ്റും എടുത്തു നോക്കാം. ഈ ഫോളോവിംഗ് ലിസ്റ്റിലെ 3 പേർ, അതിലൊന്ന് അഭിജിത്താണ്, ബാക്കി 2 പേരും AAPയുടെ സ്വന്തം ആൾക്കാരാണ്. അപ്പോൾ ഇവിടെയാണ് നിഗൂഢത ആരംഭിക്കുന്നത്. കെജ്രിവാളിന്റെ സോഷ്യൽ മീഡിയ ടീം ലോക പ്രശസ്തമാണ്. രാഘവ് ചദ്ദയെ അറിയാമല്ലോ. ധ്രുവ്രാത്തിയെ പോലെയുള്ള വൻകിട യൂട്യൂബർമാർ മുൻപ് ആപ്പിന്റെ PR കൈകാര്യം ചെയ്തവരാണെന്ന ആരോപണവും ശക്തമാണ്. ഇപ്പോൾ ജർമ്മനിയിലിരുന്ന് ധ്രുവ്രാത്തി നടത്തുന്ന ഡിക്റ്റേറ്റർഷിപ്പ് ക്യാമ്പയിനുകളുടെ മറ്റൊരു മുഖമാണോ CJP എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. അതിലെ ലോജിക്ക് പറഞ്ഞുതരാം. നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ ജനങ്ങൾ ചോദ്യം ചെയ്യും. ഇന്നലെ കുരുത്ത തകരയൊന്നും അധികം പെട്ടെന്ന് ഇവിടെ പച്ചപിടിക്കില്ല. എന്നാൽ ഒരു ട്രോൾ പേജിലൂടെ രാഷ്ട്രീയ അജണ്ടകളൊക്കെ കുത്തിവെച്ചാൽ യുവാക്കൾ അത് പെട്ടെന്ന് വിശ്വസിക്കും. ഇനി നമുക്ക് CJP ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നോക്കാം. ഇലക്ട്രൽ ബോണ്ട്, തൊഴിലില്ലായ്മ, പരീക്ഷാ തട്ടിപ്പ്, ഇതെല്ലാം പ്രതിപക്ഷം ഉയർത്തുന്ന അതേ ആരോപണങ്ങളാണ്. എന്നാൽ പ്രതിപക്ഷം ചെയ്ത അഴിമതികളൊന്നും അവർ ഇതുവരെ മിണ്ടിയിട്ടുമില്ല. പക്ഷേ അത് കോക്രോച്ചുകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഇതൊരു കൃത്യമായ സബ്മിനൽ പൊളിറ്റിക്കൽ പ്രോപ്പഗൻഡയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയെ പൂക്കി CM എന്ന് വിളിക്കുന്നതും VD സതീശന്റെ സോഷ്യൽ മീഡിയ ട്രോളുന്നതും നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ CJP അതിലും ഒരു പടി കൂടി മുന്നിലാണ്. അവർ തങ്ങളെ വിശേഷിപ്പിക്കുന്നത് മടിയന്മാരുടെ ശബ്ദം എന്നാണ്, ദ വോയിസ് ഓഫ് ലൈസ്. എന്നാൽ ഇന്ത്യയിലെ 65% യുവാക്കളും 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഇവർക്ക് പത്രവാർത്തകളെക്കാൾ താല്പര്യം ഇൻസ്റ്റഗ്രാം മീമുകളോടാണ്. ഈ ഗ്യാപ്പിലേക്കാണ് CJP ബോംബ് എറിഞ്ഞത്. അവരുടെ ബ്രാൻഡിങ് കൂളിംഗ് ഗ്ലാസ് വെച്ച പാറ്റ, അതൊരു കൂൾ ഇമേജ് നൽകുന്നു. പിന്നെ ഭാഷ നോക്കുമ്പോൾ മോനെ മോളെ ഇപ്പോൾ എന്താണ് പരിപാടി എന്ന ബന്ധുക്കളുടെ ചോദ്യത്തെ അവർ തൊഴിലില്ലായ്മയുമായി ബന്ധിപ്പിക്കുന്നു. പിന്നെ കണക്ടിവിറ്റി നോക്കാം. രാഷ്ട്രീയക്കാരെ പാറ്റകൾ എന്ന് വിളിച്ചെടുത്തു നിന്നും ജനങ്ങൾ സ്വയം ഞങ്ങളും പാറ്റകളാണ് എന്ന് വിളിക്കാൻ തുടങ്ങി. ഇതൊരു മാസ് ഹിപ്നോട്ടിസം പോലെയാണ് പ്രവർത്തിക്കുന്നത്. CJP വെറുതെ തമാശ പറയുകയല്ല, അവർ ഒരു മാനിഫെസ്റ്റോ തന്നെ ഇറക്കിയിട്ടുമുണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊരു ട്രോൾ പേജ് അല്ലേ, ഇതിൽ നമുക്ക് രസിക്കാം, ഇതിൽ നമുക്ക് ഭരണ പാർട്ടിയെ ട്രോളുന്നതൊക്കെ കാണാം. എന്നാൽ ഇതിലെ ആവശ്യങ്ങൾ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയെക്കാളും ബോൾഡാണ്. വിരമിച്ച ജഡ്ജിമാർക്ക് രാജ്യസഭാ സീറ്റോ ഗവർണർ പദവിയോ നൽകാൻ പാടില്ല. ഇത് നേരിട്ട് ഭരണകൂടത്തെ ഉന്നമിച്ചിട്ടുള്ളതാണ്. കേട്ടാൽ മനസ്സിലാവുമല്ലോ. പിന്നെ രണ്ടാമത് കൂറുമാറ്റത്തിന് തടവ്, അത് രാഘവ് ചദ്ദയ്ക്കുള്ള ഒരു ഒരു ട്രോളാണെന്നാണ് തോന്നുന്നത്. MLA മാർ പാർട്ടി മാറിയാൽ അവരെ ഉടൻ തന്നെ അയോഗ്യരാക്കി 10 വർഷം വിലക്കണമെന്ന്. പിന്നെ സ്ത്രീ സംവരണത്തിലേക്ക് വരാം. ക്യാബിനറ്റിൽ പോലും 50% സ്ത്രീകൾ. പിന്നെ തൊഴിലില്ലായ്മ വേതനം, പരീക്ഷാ തട്ടിപ്പുകൾ നടന്നാൽ ഉദ്യോഗാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഇതിലൂടെ CJP ശ്രമിക്കുന്നത് ഒരു ഷാഡോ ഗവൺമെന്റായി മാറാനാണ്.
പക്ക പ്ലാനിങ് ആണ്. ഇത് ചുമ്മാ ഒരു ഇൻസ്റ്റാ പേജ് ക്രിയേറ്റ് ചെയ്തതാണെന്ന് നമുക്ക് തോന്നില്ല. വോട്ടർമാരുടെ മനസ്സിൽ അവർ ഒരു ബദൽ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുന്നു. മഹുവ മൊയ്ത്രയെ പോലെയുള്ള ദേശീയ നേതാക്കളൊക്കെ ഇതിൽ അംഗത്വം എടുത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഈ 1 കോടി പേരെ വെച്ച് ഇവർ ചെയ്യാൻ പോകുന്നത്? ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാനോ അതോ തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനോ ഭരണകൂടത്തെ അട്ടിമറിക്കാനോ? ഇന്ത്യയിലൊരു ജൻസി വിപ്ലവം, അതായത് നേപ്പാളിലൊക്കെ യുവാക്കൾ ചേർന്ന് പാർട്ടികളെ തൂത്തെറിഞ്ഞതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയിൽ CJP അത്തരമൊരു പരീക്ഷണമാണോ എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ക ഒരു ഭരണം അട്ടിമറിക്കൽ നീക്കമായി ഒക്കെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഒരുപക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവർ ഏതെങ്കിലും ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്താൽ അത് ഇന്ത്യയുടെ പുതിയ ചരിത്രം തന്നെ മാറ്റും. ഇതൊരു സ്റ്റാർട്ടപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതായത് അവർക്ക് ഫണ്ടിങ് എവിടെ നിന്ന് വരുന്നു? ഇത്രയും വലിയ ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്താൻ ലക്ഷങ്ങളാണ് ആവശ്യം. ആരുടെ കയ്യിലെ പണമാണ് ഇതിന് പിന്നിൽ? കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് വെറും ഒരു ഇൻസ്റ്റഗ്രാം പേജ് അല്ല. അത് ഡിജിറ്റൽ യുഗത്തിലെ പുതിയ തരം രാഷ്ട്രീയമാണ്. നിങ്ങളൊരു കോക്രോച്ചായി ഇതിൽ ചേരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു വലിയ രാഷ്ട്രീയ ഗെയിമിന് ഇരയാവുകയാണ്. കെജ്രിവാളും ആപ്പും ധ്രുവ്രാത്തിയും ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ തെളിവുകളൊന്നും ഇല്ല എങ്കിലും ആ ഫോളോവിംഗ് ലിസ്റ്റ്, ആ 3 പേരുടെ ഫോളോവിംഗ് ലിസ്റ്റ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് അതുമാണ്. അവരുടെ പ്രവർത്തന ശൈലിക്ക് CJPയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അധികാരവർഗം സാധാരണക്കാരനെ ചവിട്ടി മെതിക്കുമ്പോൾ ആ ചവിട്ടേറ്റവർ ഒന്നിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആ ഐക്യം ആർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് പ്രധാന ചോദ്യം. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് വെറും ഒരു ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡ് അല്ല. ഇതൊരു ഡിജിറ്റൽ ലാബോറട്ടറിയാണ്. ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ കോടിക്കണക്കിന് രൂപ പരസ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമ്പോൾ ഒരു പൈസ പോലും മുടക്കാതെ ജനലക്ഷങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ CJPക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു പവർ സെന്ററിന്റെ ഉദയമാണ്. അഭിജിത് ദീപ്കെ എന്ന മുൻ ആപ്പ് സ്ട്രാറ്റജിസ്റ്റ് ഇതിന് പിന്നിൽ എന്തൊക്കെ ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കണം. എന്തായാലും അമേരിക്കയിൽ അക്കൗണ്ട് തുറന്ന് ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ പോരാടുമ്പോൾ അതിന് പിന്നിൽ എന്തായാലും ചില്ലറ ഉദ്ദേശങ്ങളൊന്നും ആയിരിക്കില്ലല്ലോ. കൃത്യമായ ഡാറ്റ മൈനിങ്ങും യുവാക്കളുടെ സൈക്കോളജിയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണ്. ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ അടുത്ത ഘട്ടമായിരിക്കാം ഇത്. നേരിട്ട് ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നതിന് പകരം ഭരണകൂടത്തോടുള്ള അമർഷം മീമുകളിലൂടെയും ആക്ഷേപങ്ങളിലൂടെയും വളർത്തിക്കൊണ്ടുവന്ന് ഒരു പ്രത്യേക ഘട്ടത്തിൽ അതങ്ങ് വോട്ടാക്കി മാറ്റാനുള്ള ഒരു സ്ലോ പോയിസൺ തന്ത്രം അത്ര മാത്രമാണിത്. അദ്ദേഹത്തിന്റെ ബുദ്ധി നമുക്കറിയാമല്ലോ. അണ്ണാ ഹസാരെയൊക്കെ പറ്റിക്കലൊക്കെ നമ്മൾ കണ്ടതല്ലേ. ജർമ്മനിയിൽ നിന്ന് ധ്രുവ്രാത്തി നടത്തുന്ന സൈദ്ധാന്തിക പോരാട്ടത്തിന്റെ പ്രാക്ടിക്കൽ വേഷനായി ഇതിനെ കാണുന്നവരാരും കുറച്ചല്ല. ഞങ്ങളും പാറ്റകളാണ് എന്ന് ഓരോ യുവാവും വിളിച്ചു പറയുമ്പോൾ ഭരണകൂടത്തിന് നേരെ ലക്ഷക്കണക്കിന് വിരലുകളാണ് ചൂണ്ടപ്പെടുന്നത്. അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ 1 കോടി കടന്ന ഈ പാറ്റകൾ നാളെ ഇന്ത്യയിലെ നിരത്തുകൾ കീഴടക്കുമോ? ഒരു അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ? അഴിമതിക്കും കുടുംബ രാഷ്ട്രീയത്തിനുമെതിരെ എന്ന് പറഞ്ഞു വന്ന ആം ആദ്മി പാർട്ടി ഇന്ന് നേരിടുന്ന വിശ്വാസ്യതയൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാം തകർന്നറിഞ്ഞു. മദ്യനയ കേസ് കെജ്രിവാളിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കി. അപ്പോൾ യുവാക്കളെ കൂടെ നിർത്താൻ അവർ കണ്ടെത്തിയ പുതിയ അവതാരമാണ് CJP. എങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയായി വിശേഷിപ്പിക്കേണ്ടി വരും. അപാര ബുദ്ധിയല്ലേ. അധികാരികൾ സാധാരണക്കാരെ പുഴുക്കളെപ്പോലെയോ പാറ്റകളെപ്പോലെയോ കാണുമ്പോൾ ആ പാറ്റുകൾ ഒന്നിച്ചാൽ അതൊരു സാമ്രാജ്യവും തകർന്നടിയുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഓൺലൈൻ വേർഷനാണ് CJP. അപ്പോൾ ഈ ഡിജിറ്റൽ വിപ്ലവം എവിടെ ചെന്ന് അവസാനിക്കുമെന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. പക്ഷെ ഒന്നുറപ്പാണ്, ഇന്ത്യൻ യുവാക്കൾ ഇനി വെറും വോട്ട് ബാങ്കുകളല്ല, അവർ ചിന്തിക്കുന്ന കോക്രോച്ചസ് ആണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ CJPയെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.